ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 74ാമത്തെ പാർട്ടാണ്. അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. എന്നും പറയണ കാര്യങ്ങൾ പിന്നെയും പറയിപ്പിക്കുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യമുണ്ട്. ഞാൻ ഇനി പറയണില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്തോളാട്ടെ, വെറുതെ പറഞ്ഞതാ. ശിവ പാർവണിയുടെ അരികിൽ വന്ന് അരയിൽ കെട്ടിവെച്ചിരിക്കുന്ന അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി. ശേഷം അവൻ ബെഡിലേക്ക് കിടന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ടീ അമ്മോ മൂച്ചോ? എന്ത്? അവൾ മനസ്സിലാവാതെ ചോദിച്ചു. ടീ അമ്മോ മൂച്ചോന്ന് എന്ന് വെച്ചാൽ എന്താ? എനിക്ക് മനസ്സിലായില്ല. അത് നീ ഇപ്പം മനസ്സിലാക്കണ്ട, സമയമാകുമ്പോൾ ഞാൻ പറയാം. അത് പറഞ്ഞ് ശിവ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. രാവിലെ ആദ്യം ഉറക്കമുണർന്നത് പാർവണിയായിരുന്നു. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ശിവ തൻ്റെ മാറിൽ തല ചായച്ച് കിടക്കുകയായിരുന്നു. നിഷ്കളങ്കമായ അവൻ്റെ മുഖം കണ്ട് പാർവണിക്ക് അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി. കുറച്ചു നേരം അവനെ തന്നെ നോക്കി കിടന്ന ശേഷം പാർവണ അവൻ്റെ തല അല്പം ഉയർത്തി ബെഡിലേക്ക് കിടത്താനായി നിന്നു. എന്നാൽ ശിവ അതിന് സമ്മതിക്കാതെ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. ശിവ, നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? കണ്ണടച്ച് കിടക്കുന്ന അവനെ നോക്കി അവൾ ചോദിച്ചു. അവനൊന്ന് മൂടി. പിന്നെന്താ എണീക്കാത്തെ? സമയമായി, കുറച്ചു നേരം കൂടെ കഴിയട്ടടേ. അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു. എൻ്റെ മഹാദേവ, ഈ സ്നേഹം ജീവിതകാലം മുഴുവൻ എനിക്ക് തന്നെ കിട്ടണേ. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ശിവയുടെ ഇങ്ങനെയൊരു മാറ്റം, അത് ഇത്ര പെട്ടെന്ന്. ഈ സ്നേഹം എന്നും നിലനിൽക്കണേ ഭഗവാനെ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞതും ശിവയുടെ ഫോൺ റിങ് ചെയ്തു. മുത്തശ്ശിയുടെ കോളായിരുന്നു അത്. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്മ. കഴിഞ്ഞു. പാർവണ. നോ ഗ്രാൻഡ്മ, എനിക്ക് പറ്റില്ല, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, പിന്നെ വിളിക്കാം. അവൻ കോള് കട്ട് ചെയ്തു. ഗ്രാൻഡ്മയാണ് വിളിച്ചത്. എൻ്റെ മാരേജ് കാര്യം അറിയാൻ തന്നെയാണ്. നിന്നെയും കൂട്ടി ഒരു ദിവസം തറവാട്ടിലേക്ക് വരാൻ. കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ ശിവ പറഞ്ഞു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറി. ശിവ കുളി കഴിഞ്ഞ് ഇറങ്ങിയതും പാർവണ കുളിക്കാനായി കയറി. ഹോസ്പിറ്റലിൽ പോകാൻ ശിവ റെഡി ആകുമ്പോഴാണ് ആരോ കോണിമ്പൽ അടിച്ചത്. ഡ്രൈവർ ഫുഡ് കൊണ്ടുവന്നായിരിക്കും എന്ന് കരുതി ശിവ താഴേക്ക് ചെന്ന് ഡോർ തുറന്നു. പക്ഷെ അത് മറ്റൊരാളായിരുന്നു. മുകുന്ദൻ വർമ്മ, ശിവയുടെ ഡാഡിയുടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത്. മുകുന്ദൻ വർമ്മ അവിടുത്തെ ലീഡിംഗ് അഡ്വക്കേറ്റിൽ ഒരാളാണ്. കമ്പനിയിലെ ചില കാര്യങ്ങളിൽ ലീഗൽ അഡ്വൈസ് ആൻഡ് സപ്പോർട്ട് നൽകുന്ന മുകുന്ദൻ വർമ്മയാണ്. അതുകൊണ്ട് ശിവയ്ക്ക് അയാളെ നല്ല പരിചയമായിരുന്നു. അങ്കിൾ എന്താ ഇത്ര രാവിലെ തന്നെ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ചെറിയൊരു കാര്യമുണ്ട്, അതാ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. ശിവ, ഇത് വാങ്ങ്. കയ്യിലുള്ള എൻവലപ്പ് അയാൾ ശിവയ്ക്ക് നേരെ നീട്ടി. ഇതെന്താ? അവനത് വാങ്ങിക്കൊണ്ട് ചോദിച്ചു. അത് താൻ സമാധാനത്തോടെ തുറന്നു നോക്കിയാൽ മതി, ഞാൻ ഇറങ്ങാം, കുറച്ച് തിരക്കുണ്ട്. അത് പറഞ്ഞ് അയാൾ ഗേറ്റ് കടന്നു പോയി. ശിവ സംശയത്തോടെ അതുമായി റൂമിലേക്ക് വന്നു. ചെയറിലേക്ക് ഇരുന്ന് എൻവലപ്പ് ഓപ്പൺ ചെയ്തു. ആ പേപ്പർ വായിച്ചു നോക്കി. അതൊരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനായിരുന്നു, ശിവരാഗിൻ്റെയും പാർവണിയുടെയും. അത് കണ്ടതും ശിവയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇതിന് പിന്നിൽ തൻ്റെ ഡാഡിയാണെന്ന് ശിവയ്ക്കും അറിയാമായിരുന്നു. അവനത് കീറിക്കളയാൻ നിന്നതും പാർവണ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. അത് കണ്ട ശിവ വേഗ പേപ്പർ കബോർഡിലെ ഡ്രസ്സുകൾക്കിടയിലേക്ക് വെച്ചു. ഇത്ര നേരമായിട്ട് നീ റെഡിയായില്ലേ ശിവ? അവൾ തല തോർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ റെഡിയാവാൻ പോവാ, അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖഭാവം കണ്ട് പാർവണ അവനെ സംശയത്തോടെ നോക്കി. അത് കണ്ട് ശിവ പുരുകുയർത്തി എന്താ എന്ന രീതിയിൽ തിരിച്ചു നോക്കി. എൻ്റെ മുഖത്ത് എന്തൊരു കള്ളലക്ഷണം? കള്ളലക്ഷണോ? എനിക്കോ? അത് പറഞ്ഞ് ശിവ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. എന്തിനാ അടുത്തേക്ക് വരണേ? നീ അവിടെ ഒന്ന് സംസാരിച്ചാൽ മതി, അവൾ കൈനീട്ടി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താ ഞാൻ അടുത്തേക്ക് വന്ന? അവൻ കള്ളച്ചിരിയോടെ മുന്നിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ശരിയാവില്ല. നീ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നാ. എന്തുപോലെ? അവളുടെ ഇരു സൈഡിലും
കുത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, നീ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കി ശിവ. അതൊക്കെ ഞാൻ പോവാം. അതിനു മുമ്പ് എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അത് പിന്നെ ഇതേക്കുറിച്ച് നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഈ കാര്യം പറയുമ്പോൾ നീ ഏത് രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല. നീ വളച്ച് കെട്ടിക്കാതെ കാര്യം പറ ശിവ. അത് പിന്നെ എനിക്ക് നിന്നെ. ശിവ പറയുന്നതിന് മുമ്പേ ഫോൺ റിങ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളായിരുന്നു അത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തും അവൻ്റെ മുഖം ഗൗരവമായി. ഞാൻ ഇപ്പോൾ വരാം, പേഷ്യൻറ്റിനെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ. ശിവ വേഗം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ബാഗും സ്റ്റെതസ്കോപ്പും എടുത്ത് പോകാൻ റെഡിയായി. ബാക്കി ഞാൻ വന്നിട്ട് പറയാൻ പാർവണ. അവൻ പോകുന്ന വഴി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞു. ശിവ പോയതും പാർവണ അടുക്കളയിലേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിൽ ഡ്രൈവർ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു. ശിവ കഴിക്കാതെയാണ് പോയത്. പക്ഷെ അവൻ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കുന്ന അറിയാവുന്നതുകൊണ്ട് പാർവണിയും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷം അവൾ TV മുന്നിൽ വന്നിരുന്നു. കുറേ നേരം ചാനലുകൾ മാറ്റിയിരുന്നു. എങ്കിലും അവൾക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. എന്തായാലും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ, ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്ന് ചൂലും എല്ലാം എടുത്തുകൊണ്ട് വന്നു. താഴത്തെ റൂമും ഹാളും കിച്ചണെല്ലാം അടിച്ചു വാരി തുടച്ചിട്ടു. അപ്പോഴേക്കും പാർവണ ആകെ ക്ഷീണിച്ചിരുന്നു. എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ വേണ്ട, കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അത് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് നടന്നു. കബോർഡിൽ നിന്ന് ഡ്രസ്സുകൾ എടുക്കുമ്പോഴാണ് അവൾ ഒരു ബാഗ് കണ്ടത്. അത് അന്ന് സർട്ടിഫിക്കറ്റൊക്കെയായി ആര് കൊണ്ടുവന്ന ബാഗായിരുന്നു. അവൾ ആ ബാഗ് പുറത്തെടുത്ത് നോക്കി. എല്ലാ സർട്ടിഫിക്കറ്റുകളും അതിലുണ്ടായിരുന്നു. ഒപ്പം തൻ്റെ ഫോണും. ഫോൺ എടുത്ത് നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. ഫോണിന് ചാർജ് ഇട്ട് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞു വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല തോർത്തുമ്പോഴായിരുന്നു ചാർജിനിട്ടിരുന്ന ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത് കണ്ടത്. അവൾ ചെന്ന് നോക്കിയപ്പോൾ 5-6 മിസ് കോൾ ഉണ്ട്. വരതിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണോ ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കാൻ? തിരികെ വിളിച്ചു നോക്കാം. പാർവണ തിരികെ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ചേച്ചി എവിടെയായിരുന്നു? ഞാൻ രാവിലെ മുതൽ വിളിക്കാൻ തുടങ്ങിയതാ. അപ്പോഴേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ചു മുമ്പ് വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അതാ. എന്താ വരതാ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഞാൻ ഇന്ന് രാവിലെ കോളേജിൽ പോകുന്ന വഴി നമ്മുടെ ഹൈവേ ഇല്ലേ, അവിടെ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് കണ്ടു. റോഡ് മുഴുവൻ ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ ആക്സിഡൻറ്റ് നടന്നിടത്തേക്ക് ചെന്ന് നോക്കിയേ. ചേച്ചിയുടെ ഒപ്പം വീട്ടിൽ വരാറില്ല ഒരു ഒരു ആർദ്രവ് ചേട്ടൻ. ആ ചേട്ടൻ ആക്സിഡൻറ്റ് പറ്റിയത്. സംഭവം സീരിയസ് ആന്നാ അവിടെ നിന്നവരെയൊക്കെ പറഞ്ഞത്. അപ്പം തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മദ്യപിച്ച് വണ്ടി ഓടിച്ച കാരണമാണ് ആക്സിഡൻറ്റ് ഉണ്ടായതെന്നും മനഃപൂർവ്വം മരിക്കാൻ വേണ്ടിയാണ് വണ്ടി ഓടിച്ചിടിപ്പിച്ചെന്നൊക്കെ പലരും അവിടെ പറയണേ. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല കേട്ടാ. കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു ചേച്ചി? കാണാൻ പോയായിരുന്നോ? ഇല്ല വരതാ, ഞാനിപ്പോഴെല്ലാം അറിയണേ. എന്നാ ശരി. അത് പറഞ്ഞ് പാർവണ കോള് കട്ട് ചെയ്തു. എൻ്റെ മഹാദേവ, കണ്ണനൊന്നും പറ്റിയിട്ടുണ്ടാവില്ലേ? എന്തായാലും ശിവയൊന്ന് വിളിച്ചു നോക്കാം. അവൾ ശിവയുടെ ഫോണിലേക്ക് 2 തവണ വിളിച്ചെങ്കിൽ അവൻ ഫോൺ എടുത്തില്ല. കണ്ണനെ കുറിച്ച് അറിയാതെ ഒരു സമാധാനമില്ലല്ലോ. ആരുമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. അവൾ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. എന്തിനാ വിളിച്ചത്? അവൻ ചത്തോന്നറിയാനാണോ? എന്നാ കാത്തിരുന്നോ? വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കണേ. കോൾ എടുത്ത് മറുഭാഗത്തുനിന്ന് ആര് പറഞ്ഞു? നീ എന്തായാലും ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ അത്രയ്ക്കും ദുഷ്ടയാണോ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. പിന്നെ എന്താ പറയണ്ടേ? നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിപൂർണ ഉത്തരവാദിത്തം നിനക്ക് മാത്രമായിരിക്കും. ആര് ദേഷ്യത്തോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അതുകൂടെ കേട്ടതും പാർവണ ആകെ തകർന്നു പോയിരുന്നു. രേവതി കഴിഞ്ഞാൽ കണ്ണൻ തന്നെയായിരുന്നു അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. എല്ലാ കാര്യങ്ങളും അവനോടായിരുന്നു തുറന്നു പറഞ്ഞിരുന്നത്. അവൻ മരണത്തോടെ മല്ലടിച്ച് കിടക്കാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. പോവണം, കണ്ണനെ കാണണം, ക്ഷമ ചോദിക്കണം. അത് പറഞ്ഞുകൊണ്ട് പാർവണ കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സ് വലിച്ചെടുത്തു. അതേസമയം ഒരു എൻവലപ്പ് ഡ്രസ്സുകളുടെ ഇടയിൽ നിന്ന് താഴെ വീണു.
തിരക്കിട്ട് അവൾ ആ എൻവലപ്പ് എടുത്ത് തിരികെ തന്നെ വെച്ചു. എന്നാൽ വീണ്ടും അത് എന്താണെന്നറിയാൻ അവൾ അത് തിരിച്ചെടുത്ത് ഓപ്പൺ ചെയ്തു നോക്കി. ദ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ബിഫോർ ദ പ്രിൻസിപ്പൽ ജഡ്ജ് ഫാമിലി കോർട്ട് അറ്റ് തൃശൂർ. ശിവരാഗ് മേനോൻ ഇൻ പാർവണ മോഹനൻ. അത് കണ്ടതും പാർവണയുടെ കയ്യിൽ നിന്നും ആ പേപ്പർ താഴെ വീണു. അവൾക്ക് മനസ്സിന് വല്ലാത്ത ഭാരം തോന്നിയതും തലയ്ക്ക് താങ്ങിക്കൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഒരു ഭാഗത്ത് കണ്ണനും മറുഭാഗത്ത് ശിവയും. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം തറഞ്ഞു നിന്നു. കുറച്ചു നേരം അവൾ ആ ഇരിപ്പ് തന്നെ തുടർന്നു. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച് വേഗം എണീറ്റ് ഡ്രസ്സ് മാറ്റി വീട് വിട്ടിറങ്ങി. വീട്ടിൽ നിന്നിറങ്ങിയ ശിവ തിരക്കിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. സർജിക്കൽ മാസ്കും കോട്ടും എല്ലാം ഇട്ട് അവൻ നേരെ പോയത് ICUവിലേക്കാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും തൻ്റെ മുന്നിൽ കിടക്കുന്ന ആളെ കണ്ട് ശിവ സ്തംഭിച്ചു പോയിരുന്നു. ആർദ്രവ്. ശിവ വേഗം അവൻ കിടക്കുന്ന ബെഡിനരികിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടേഴ്സും അവന് ചുറ്റുമായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടായേ? ശിവ പരിഭവത്തോടെ ചോദിച്ചു. ആക്സിഡന്റ് കേസാണ്. സംഭവം ഇത്തിരി ക്രിട്ടിക്കലാണ്. ഹാർട്ടിനാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. അതാണ് ഡോക്ടറോട് വരാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ ചെയ്യണേ? അത് പറഞ്ഞ ശിവ വേഗം തൻ്റെ കൂടെയുള്ള സിസ്റ്റർക്ക് നിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. ശിവ പറഞ്ഞതിനനുസരിച്ച് സിസ്റ്റർ ഡിഫിബ്രിലേറ്റർ സെറ്റ് ചെയ്തു. നമ്മുടെ മറ്റേ രാജാറാണി സിനിമയിൽ നസ്രിയ മരിക്കാൻ നേരത്തെ ഒരു മെഷീൻ ഹാർട്ടിൽ വെക്കില്ലേ, അതാണ് ഇത്ര സംഭവം. ശിവ അതിലെ ഗ്രീൻ ബട്ടൺ അമർത്തി ഓണാക്കി അത് അവൻ്റെ ഹാർട്ടിലേക്ക് വെച്ചു. ഷോക്കിൻ്റെ ആഘാതത്തിൽ കണ്ണൻ ഒന്ന് ഉയർന്നു പൊങ്ങി. ശിവ വീണ്ടും ഒന്നുകൂടെ ഹാർട്ടിലേക്ക് വെച്ചു. ഹാർട്ട് ബീറ്റ് നോർമൽ ആവാൻ തുടങ്ങിയിരുന്നു. ശിവ ഒരാശ്വാസത്തോടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങി വിയർപ്പ് തുടച്ചു. കണ്ണൻ്റെ കയ്യിലും കാലിലും കാര്യമായ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കൂടെയുള്ള ഡോക്ടർമാർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് ശിവ ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ICUവിൻ്റെ പുറത്തായി ഒരു ഭാഗത്ത് പാർവണിയുടെ അച്ഛനും മറുഭാഗത്ത് കണ്ണൻ്റെ അമ്മമാരും വേറെ രണ്ടുപേരും ഇരിക്കുന്നുണ്ടായിരുന്നു. ആര് തലയ്ക്ക് കൈകൊടുത്ത് കണ്ണടച്ചിരിക്കുകയാണ്. കണ്ണൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ശിവയെ കണ്ടതും പാർവണിയുടെ അച്ഛൻ അവൻ്റെ അരികിലേക്ക് വന്നു. ഡോക്ടർ, കണ്ണനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛൻ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല അച്ഛാ, അപകടനില തരണം ചെയ്തു. കയ്യിലും കാലിലും ചെറിയ ഫ്രാക്ചർ ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് കരുതിയത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ വിളിക്കാത്ത ദൈവങ്ങളില്ല. എൻ്റെ രക്തത്തിൽ പിറന്നില്ലെങ്കിലും അവൻ എൻ്റെ സ്വന്തം മകനെ പോലെയാണ്, അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ പേടിക്കണ്ട, ആർദ്രവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് ദിവസം ICU തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് പറഞ്ഞ് ശിവ മുന്നോട്ട് നടന്നു. സർജിക്കൽ മാസ്ക് വെച്ചുകൊണ്ട് ശിവയെ ആരും തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിലും വർമ്മ ഡിസൈൻസിൻ്റെ MD എങ്ങനെ നോക്കിയാലും ഈ ഹോസ്പിറ്റൽ ഡോക്ടറാവാൻ ഒരു സാധ്യതയില്ലല്ലോ. ശിവ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോഴാണ് പാർവണിയുടെ ഒരുപാട് മിസ് കോൾ ഫോണിൽ കണ്ടത്. അവൻ വേഗം തിരിച്ചു അവളുടെ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മേശപ്പുറത്ത് ഫോൺ വെച്ച് അവൻ ചെയറിലേക്ക് ചാരിയിരുന്നു. കണ്ണടയ്ക്കുമ്പോൾ ICUവിൽ കിടക്കുന്ന കണ്ണനും അവന് പുറത്ത് പ്രാർത്ഥിക്കുന്ന പാർവണിയുടെ അച്ഛൻ്റെ മുഖമാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു നിമിഷം അവൻ തൻ്റെ സ്വന്തം ഡാഡിയെക്കുറിച്ച് ആലോചിച്ചു. തൻ്റെ ഡാഡി സ്വന്തം മകൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയും നൽകാതെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മറുഭാഗത്ത് പാർവണിയുടെ അച്ഛൻ സ്വന്തം മകൻ അലാഞ്ഞിട്ടുകൂടെ അവനു വേണ്ടി കണ്ണീരോടെ ICUയുടെ മുന്നിൽ കാത്തിരിക്കുന്നു. രണ്ടുപേരും അച്ഛന്മാരാണെങ്കിലും അവിടെ സ്നേഹങ്ങൾ, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണെന്ന് ശിവയ്ക്ക് മനസ്സിലായി. ഡോക്ടർ വേഗം ICU വരെ വരണം. അവിടെ ഒരു പെൺകുട്ടി വന്ന് പേഷ്യൻറ്റിനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. നേഴ്സ് അത് പറഞ്ഞു. ശിവ വേഗം എണീറ്റ് നേഴ്സിന് പുറകെ ICUവിലേക്ക് നടന്നു. ഒരു പെൺകുട്ടി അച്ഛൻ്റെ കാല് പിടിച്ച് കരയുന്നുണ്ട്. ആരുമാണെങ്കിൽ അവളെ പിടിച്ചു മാറ്റാനും നോക്കുന്നുണ്ട്. ആകെ കൂടെ ബഹളം. ശിവ വേഗം മുന്നോട്ട് നടന്നു. നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കണേ? ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞൂടെ? ശിവ അലറിക്കൊണ്ട് പറഞ്ഞു. ആ പെൺകുട്ടി തല ഉയർത്തി അവനെ നോക്കി. പാർവണ? ശിവ അത് പറഞ്ഞു താഴെ ഇരിക്കുന്ന അവളെ എഴുന്നേൽപ്പിച്ചു. നീ എന്താ ഇവിടെ? ശിവ ചോദിച്ചു. എനിക്ക് കണ്ണനെ ഒന്ന് കാണണം, എനിക്ക് കണ്ടേ പറ്റൂ. പക്ഷെ ഇവരെന്നെ സമ്മതിക്കുന്നില്ല, പാർവണ അവനോട് പറഞ്ഞു. നീ എന്താ പറയണേ പാർവണ? ICUവിൽ കിടക്കുന്ന ആളെ എങ്ങനെ കയറി കാണുക?
അവനിപ്പം അപകടനില തരണം ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കവനെ കാണണം, അവനോട് ക്ഷമ പറയണം, അവൾ അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ അവനെ കാണില്ല പാർവണ. അത് പറഞ്ഞത് ആരുമായിരുന്നു? അച്ഛ, ഒന്ന് പറ അച്ഛ, അച്ഛൻ പറഞ്ഞ ആര് സമ്മതിക്കും? നിസ്സഹായിയായി നിൽക്കുന്ന അച്ഛനെ നോക്കി പാർവണ ചോദിച്ചു. എന്നാൽ അച്ഛൻ്റെ മുഖത്ത് ശിവയെ അവിടെ വെച്ച് കണ്ട അത്ഭുതമായിരുന്നു. അവൾ കണ്ണെടുക്കാതെ ശിവയെ നോക്കി നിൽക്കുമായിരുന്നു. അച്ഛ, പറയച്ച, അവൾ വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞതും അച്ഛൻ പാർവണയെ നോക്കി. എൻ്റെ മകനാണ് അകത്തും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിടക്കണേ. ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ സമാധാനം കൂടെ നീ ഇല്ലാതാക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം, ഇവിടെ ഒന്നിപ്പോ. അച്ഛൻ കൈ ഊപ്പിക്കൊണ്ട് പറഞ്ഞു. പാർവണ, നിനക്ക് ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ ഒന്നും ബഹളം വയ്ക്കാൻ പാടില്ല. അത് പറഞ്ഞ് ശിവ അവളെ പിടിച്ചു വലിച്ച് തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൻ അവളെ ചെയറിലേക്ക് ഇരുത്തി അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. എന്താടി പറ്റിയേ? നീ എങ്ങനെ ഇവിടെ എത്തിയേ? അവൻ ചോദിച്ചു. എനിക്ക് കാണണം, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഐസിലേക്ക് ആരും കയറ്റില്ല. ഇനി അഥവാ കയറണമെങ്കിൽ തന്നെ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ളതിന് അതിന് സമ്മതിക്കണം. അതിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ശിവ ചെറിയ ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. നീ വിചാരിച്ച ഞാൻ അകത്ത് കയറ്റാൻ പറ്റില്ലേ? ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്ക് നിന്റെ വാശിയേക്കാൾ വലുത് അകത്ത് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ഹെൽത്താണ്. അതുകൊണ്ട് നീ വീട്ടിൽ തിരികെ പോ. ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. എന്നെ തിരിച്ചുവിടാൻ നിങ്ങൾക്ക് എന്താ എത്ര താല്പര്യം? ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമല്ലേ പറവണ. എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ തന്നെ സങ്കടത്തിലാണ്. ഇനി നീ ഇവിടെ വന്നിട്ട് അവരുടെ ഉള്ള സമാധാനം കൂടെ കളയണ്ട. അതെ, ഞാനാണല്ലോ എല്ലാവരുടെയും മനസ്സമാധാനം കളയണ ആള്. എന്നെ ഇതുവരെ എതിർത്ത് സംസാരിക്കുന്ന എൻ്റെ സ്വന്തം അനിയൻ എന്നെ തള്ളി പറഞ്ഞു. എൻ്റെ വീട്ടുകാർ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞു. എല്ലാവരും മുമ്പിൽ ഞാനൊരു വഞ്ചകയായി. ഇതെല്ലാം നീ കാരണമാണ്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടതും നീ കാരണമാണ്. പാർവണ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. മാത്രമല്ല, ഇതെല്ലാം നമ്മൾ ഒരു വട്ടം പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളാണ്. അതെ, നിനക്കെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ എളുപ്പമാണല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ നീ അങ്ങനെ തന്നെ അവസാനിപ്പിക്കും. എന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. അതിനുള്ള തെളിവ് ഞാൻ കണ്ടതാ. എന്തിനെന്നെ പറ്റിച്ച, എന്തിനെന്നെ സ്നേഹിക്കണ പോലെ അഭിനയിച്ച നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? എന്തിനാ എന്നിങ്ങനെ പൊട്ടിയെപ്പോലെ? പാർവണ, നീ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ ഓരോന്ന് പറയരുത്. അതെ, ഞാൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആള്. നിങ്ങളെല്ലാം തികഞ്ഞവർ. പാർവണ, എന്റെ സംസാരം വേറെ വഴിക്ക് മാറുന്നുണ്ട്. നീ ഇപ്പൊ വീട്ടിക്ക് പോ. നിനക്ക് ഞാൻ ആരുമല്ല. നിന്റെ മനസ്സിലായിരുന്നു സത്യക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ലഭിക്കുന്നു എന്ന് വിചാരിച്ച് നിന്റെ പിന്നാലെ നടന്ന ഞാനാണ് ഒരു പൊട്ടി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികൾ കണ്ട് എനിക്ക് നിന്നോട് സ്നേഹം തോന്നി എന്ന് കരുതി ഞാനാണ് മണ്ടത്തി. അതൊക്കെ വെറും. നിർത്തടി, നീ എവിടേക്ക് പറഞ്ഞു പോകുന്നേ? ശിവ അടിക്കാനായി കൈ ഉയർത്തിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. നിനക്കെന്നെ തല്ലണോ? തല്ലിക്കോ. അല്ലെങ്കിൽ ഇപ്പോഴും ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ നീ എന്ത് ചെയ്താലും പരാതിയായിട്ട് ആരും വരില്ല. നീ എൻ്റെ ക്ഷമേനെ പരീക്ഷിക്കരുത് പാർവണ. നീ വീട്ടിലേക്ക് തിരിച്ചു പോ. ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവൻ്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശിവ കുറച്ചു നേരം തലക്കി കൈ കൊടുത്ത് ചെയറിൽ തന്നെ ഇരുന്നു. ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവൾ പറഞ്ഞത്. താൻ അവളെ കിസ് ചെയ്ത് ഹഗ് ചെയ്തതും അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ അവൾ ഉദ്ദേശിച്ച പോലെ വെറും അയ്യേ അങ്ങനെയല്ല. ടേബിളിൽ ശക്തിയായി കൈയിടിച്ചുകൊണ്ട് ശിവ ദേഷ്യം നിയന്ത്രിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ
അവൻ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് അവൾ വേഗം വന്നു. പക്ഷെ അവിടെ ഇവിടെയും പാർവണിയെ കാണാനുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റിയോട് അന്വേഷിച്ചെങ്കിൽ അവൾ അവനെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ശിവ കാറിൻ്റെ കീ എടുത്ത് കാറിൽ അവൻ കുറേ ദൂരം മുന്നോട്ട് പോയെങ്കിലും അവളെ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൻ വീട്ടിലെത്തിയിട്ടും പാർവണ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. 1 മണിക്കൂറോളം അവൻ വീട്ടിൽ അവൾക്കായി വെയിറ്റ് ചെയ്തെങ്കിൽ അവൾ വന്നില്ല. ശിവ രേവതിയെ വിളിച്ചു നോക്കി. അവൾ അവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി. അവൾ കാറുമായി എല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി. വൈകുന്നേരമായിട്ടും പാർവണിയെ കാണാതായപ്പോൾ അവന് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒരു ഭാഗത്ത് ദേവയും ഒരു ഭാഗത്ത് ശിവയും അവളെ അന്വേഷിച്ചു. അർദ്ധരാത്രിയായിട്ടും അവളെ കണ്ടുപിടിക്കാനായില്ല. ശിവ കുറേ നേരം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറുമായി പോയെങ്കിലും എവിടെയും അവൾ ഉണ്ടായിരുന്നില്ല. അവസാനം അവൻ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടന്നു. സമയം പുലർച്ചെയായിരുന്നു. നീ എവിടെയാ പാർവണ? എന്നോടുള്ള ദേഷ്യത്തിന് നീ എങ്ങോട്ടാ പോയേ? നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി, വേഗം തിരിച്ചു വാ പാർവണ, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. അവനത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. എല്ലാവരും കമൻ്റ് ഇട്ടോളൂ. പാർവണയുടെ കരച്ചിൽ സൂപ്പറായില്ലേ? ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ലേ? എന്തായാലും പാവം ഞാൻ. അപ്പോൾ കമൻ്റ് ഇട്ടോളൂ കേട്ടോ. ബൈ, താങ്ക് യു.